നാളെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ആണല്ലോ. എന്തുവാ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്തുവാ വെക്കണ്ടേ? അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പവും താറാവും അപ്പാസും ആക്കിയാലോ. ആ പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ്റെ കറിയും പിന്നെ ബീഫ് ഫ്രൈയും ആക്കാം. ഇന്നലെ മേടിച്ച ബീഫ് ഇരിപ്പുണ്ടല്ലോ. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്താലോ. അത് മതി. പിന്നെ കോഴിയുടെ കാര്യത്തിൽ നമ്മുടെ കൂട്ടി താറാവും കോഴിയൊക്കെ കിടപ്പുണ്ട്. അതിനകത്ത് കൊള്ളാവുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കിയിട്ടേ നമുക്ക് റെഡിയാക്കാം. എന്താ മൂത്തത് നോക്കി ഇച്ചിരി അങ്ങ് എടുത്താൽ മതി. അങ്ങനെ ചെയ്യാം. എടി ചിന്നുവേ, അയ്യോ ചതിച്ചല്ലോടി. എന്നാ ഒന്നും പറയണ്ട, കോഴിക്കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കോഴിയില്ല താറാവും ഇല്ല. അതിനാണെന്നുണ്ടെങ്കിൽ വാതൊക്കെ ഒരു ലെറ്റർ മാത്രം വെച്ചിട്ടുണ്ട്. ലെറ്ററോ? ഒരു ലെറ്റർ മാത്രം. അയ്യോ, പിന്നെ നമ്മുടെ കോഴിയും താറാവൊക്കെ അവിടെ പോയി. എന്തുവാന്നുള്ളതാണ്. ലെറ്റർ എന്തായാലും നമുക്കൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടം വിട്ട് രക്ഷപ്പെടുകയാണ്. കാരണം നാളെ ഈസ്റ്ററും പിന്നെ അങ്ങോട്ട് റംസാനും ഒക്കെയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞങ്ങളിൽ ഓരോരുത്തരെ തീർക്കും. ഒരു തിരിച്ചുവരവ് ഇനിയും പ്രതീക്ഷിക്കേണ്ട. സ്നേഹത്തോടെ താറാവ് കോഴി. ഹാപ്പി ഈസ്റ്റർ. അയ്യോ ചതിച്ചല്ലോ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ.